എനിക്ക് മാത്രം ബാധകമാണോ, അല്ലെങ്കിൽ ആ കൂടി നിൽക്കുന്ന ഇൻസൈഡ് ചെയ്ത് എല്ലാവർക്കും അത് ബാധകമാണോ എന്ന് ചോദിച്ചു. അയാൾ വല്ല അവരെ കാലിലേക്കൊന്ന് നോക്കി, പിന്നെ എന്നോടൊന്നും മിണ്ടിയില്ല. കാരണം നമ്മൾ മാത്രം അയച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല, അയച്ചു വെക്കൽ നല്ലതാണ്. പക്ഷെ അയച്ചു വെക്കാതെ നമ്മൾ കയറി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ അത് അയച്ചു വെച്ച് കാല് നിലത്ത് വെച്ച് അങ്ങനെ കയറി ചെല്ലും. ഈ കാലൊരു പക്ഷേ നമ്മൾ പള്ളിയിലും ഉപയോഗിക്കുന്ന കാലാണ്. അതേസമയത്ത് കണ്ട അഴുക്കിലൊക്കെ ചവിട്ടിയ അദ്ദേഹം ആ വരുന്ന ഇൻസൈഡ് ചെയ്ത ആ ആളുകളൊക്കെ, അമുൽ ബേബികളൊക്കെ പലതും ഉണ്ട്. അവരെല്ലാവരും ഈ ഷോക്സും ഷൂ ഒക്കെ തേച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഷോക്സ് അല്ലേ, ഷൂ അല്ലേ അയക്കാൻ ബുദ്ധിമുട്ട്, ചെരുപ്പുള്ള നമ്മൾ അയച്ചു വെക്കണം, അതിലൊരു മാന്യതയൊന്നുമില്ല. അതേസമയത്ത് എല്ലാവരും ഒരേ രൂപത്തിൽ വീട്ടിലേക്കാണെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അയച്ചു വെച്ച് അടുക്കൊന്നും വീട്ടിലേക്ക് കയറ്റാതെ നല്ല വൃത്തിയോടുകൂടി വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുക, അതൊരു മാന്യതയാണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമുക്ക് അതിനൊന്നും സമയമില്ല. അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ രൂപത്തിലൊക്കെ വീട്ടിലേക്ക് കയറി ചെന്ന് ബ്രഷ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നാൽ അതിനൊരുപാട് കൂലിയാണ്, ശക്തിയായ സുന്നത്തിന്റെ കൂലിയും കിട്ടും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ അനുഭൂതിയും അതുകൊണ്ടുണ്ടാകുമെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചതായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മൾ മരണമാസന്നമാകുന്ന ആൾ, ഒരാൾ മരിക്കാനും കിടക്കുകയാണ്, അപ്പൊ അയാൾക്ക് ബ്രഷ് ചെയ്യിപ്പിച്ചെടുക്കൽ ശക്തിയായ സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങി നല്ല ഏതെല്ലാം പ്രവൃത്തികൾ നമുക്ക് ചെയ്യാനുണ്ടോ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ നമുക്ക് നല്ലതുണ്ടോ അതിനൊക്കെ മുമ്പ് തന്നെ ഒന്ന് ബ്രഷ് ചെയ്താൽ നേരത്തെ പറഞ്ഞ ഈ രൂപത്തിലുള്ള ഒരുപാട് കൂലികൾ നമുക്ക് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഇവിടെ പെടുത്തുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോവട്ടെ. വുളു ചെയ്യുമ്പോഴുള്ള സുന്നത്തുകളെ കുറിച്ചാണല്ലോ മുമ്പ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ മിസ്വാക്കിൽ എത്തിയത്. അപ്പൊ ആദ്യമായി വുളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ഒരു നിയ്യത്ത് ചെയ്ത്, പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി മിസ്വാക്ക് കയ്യിലെടുത്ത് ഒന്ന് പല്ലൊക്കെ തേച്ച്, എന്നിട്ട് പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു കോല് ഉപയോഗിച്ചിട്ട്, ചില സ്ഥലത്തൊക്കെ കാണാം ഇങ്ങനെ കോല്, ഈ പല്ലിൽ തോണ്ടാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഈ പല്ലിലൊക്കെ ഒന്ന് തോണ്ടുന്നത് നല്ലതാണ്. അപ്പൊ പല്ലിലൊക്കെ തോണ്ടുന്ന ഒരു കോലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പല്ലിലൊക്കെ തോണ്ടുന്നത് ഏറ്റവും നല്ല ഒരു വിഷയമാണ്. അപ്പൊ പല്ലിൽ കുത്തലും ഒക്കെ സുന്നത്തുള്ള വിഷയമാണ്. അപ്പൊ അങ്ങനെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് മറ്റു വൃത്തിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതാണ് വുളുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ പല്ലിൽ തോണ്ടൽ ശക്തിയായ സുന്നത്താണ് എന്നതാണ്. അപ്പൊ പല്ല് നമ്മൾ തേക്കുന്നത് പറഞ്ഞു. പിന്നെ പല്ലിൽ ഒരു ചെറിയ കോല് ഉപയോഗിച്ച് ഇങ്ങനെ തോണ്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മുള കൊണ്ടോ ഒന്നും പല്ലിൽ തോണ്ടാൻ പാടില്ല എന്ന്. അതൊക്കെ കറാഹത്തുകളാണ്. മുള കൊണ്ട് പല്ലിൽ തോണ്ടുക അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് പല്ലിൽ തോണ്ടുക, ഇത് കറാഹത്താണ്. ഇതില്ലാത്ത രൂപത്തിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ കൊള്ളികൾ, ഇന്ന് വാങ്ങാൻ കിട്ടുന്ന കുറെ കൊള്ളികൾ കാണാം. ഇന്ന് ചില വീടുകളിലൊക്കെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഈർക്കിള്, അവിടെ പല്ല് തോണ്ടാൻ വേണ്ടി മാത്രമായി വെച്ച കുറെ ഈർക്കിള് കാണാം. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് പല്ല് തോണ്ടുകയോ പല്ല് കുത്തുകയോ ഒക്കെ ചെയ്യൽ അത് ശക്തിയായ സുന്നത്താണ്. അപ്പൊ അതും ഈ വുളുവിന്റെ സമയത്ത് ശക്തിയായ സുന്നത്താണ്. പിന്നെ അത് കഴിഞ്ഞാലുള്ള വുളുവിന്റെ അടുത്ത സുന്നത്ത് എന്താണെന്നറിയോ? ഇത് കഴിഞ്ഞിട്ടല്ല. അപ്പോ മിസ്വാക്ക് ചെയ്തു, പല്ലിൽ കുത്തി, ഇത് കഴിഞ്ഞ ശേഷമാണ് രണ്ട് മുൻകൈയും ഒപ്പം കഴുകുക. ഇവിടെ രണ്ട് മുൻകൈയും ഒപ്പമാണ് കഴുകേണ്ടത്. മുൻകൈ എന്ന് പറയുമ്പോൾ കൈ മുഴുവൻ കഴുകണമെന്നില്ല, രണ്ട് മുൻകൈയുമാണ് നമ്മൾ കഴുകേണ്ടത്. രണ്ട് മുൻകൈയും ഒപ്പം കഴുകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരു കൈ കഴുകി പിന്നെ ഒരു കൈ കഴുകിയല്ല വേണ്ടത്. കഴുകുമ്പോൾ രണ്ട് കൈയും ഒപ്പമാണ് കഴുകേണ്ടത്. മുൻകൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ച് കെട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ വാച്ച് കെട്ടുന്ന സ്ഥലം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വരെല്ലാം പിന്നെ ആ ഭാഗം മുഴുവൻ കഴുകുമ്പോൾ നമ്മുടെ കൈ വിരലുകൾക്കിടയിലൊക്കെ ഒന്ന് കോർക്കുക. അത് സുന്നത്താണ്. കൈ കഴുകുന്ന സമയത്ത് ഒന്നിങ്ങനെ വിരലുകൾ പരസ്പരം ഒന്ന് കോർത്തുകൊണ്ട് കഴുകൽ അത് സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പൊ അതും കൂടി ചെയ്യുക. പിന്നെ ഇതിനു ശേഷം ഈ സുന്നത്തുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്യേണ്ടത്. വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റ് രണ്ടും കൂടെ ഒറ്റ കോരലിലാണ് വേണ്ടത്. ഒരു കോരൽ വായിൽ വെള്ളം കുപ്പിളിക്കാനും ഒരു കോരൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റാനും ഇങ്ങനെയല്ല വേണ്ടത്. രണ്ടിനും കൂടെ ഒറ്റ കോരൽ എടുത്തുകൊണ്ട്
വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യേണ്ടത് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം. മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയാണ് കേട്ടോ വേണ്ടത്. മിക്ക ആളുകളും നിങ്ങൾ നോക്കുക, പള്ളിയിലൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊന്ന് വുളൂ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മിക്ക ആളുകളും ചെയ്യൽ എന്താണെന്നറിയോ, വായിൽ വെള്ളം കുപ്പിളിക്കൽ ഒരു പക്ഷേ ചെയ്യും, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റില്ല. മറിച്ചുകൊണ്ട് അവർ വിരലൊന്ന് മൂക്കിൽ അങ്ങ് തുളച്ചങ്ങ് താഴെടുക്കുകയാണ്. അപ്പൊ മൂക്കിന് ദ്വാരം കൂട്ടണമെന്നല്ല പറഞ്ഞത്, അത് നമ്മൾ തെറ്റിദ്ധാരണയാണ്. മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റണമെന്നാണ്. വെള്ളമാണ് കയറ്റേണ്ടത്, വെള്ളമാണ് താഴോട്ട് ചീറ്റിക്കളയേണ്ടതും, അല്ലാതെ വിരൽ മുകളിലേക്ക് ഇട്ട് താഴോട്ട് എടുക്കലല്ല. മിക്ക ആളുകളും അങ്ങനെ ചെയ്യാറുള്ളത്. നിങ്ങൾ വുളു എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വെറുതെ വിരലുകളൊന്നും മൂക്കിലിട്ട് താഴോട്ടെടുക്കും, അങ്ങനെയല്ല. വെള്ളം തന്നെയാണ് കയറ്റിച്ചീറ്റെന്ന് പറഞ്ഞാലൊന്ന് ഓവറായിട്ട് മൂക്കിലേക്ക് അങ്ങ് കയറിപ്പോകാൻ പാടില്ല. ചിലപ്പോൾ അത് തുമ്മലും വിഷയങ്ങളൊക്കെ വരും. അങ്ങനെയല്ല, അല്പം ഒരു ചെറിയൊരു വലിക്കുമ്പോഴേക്ക് ആ മൂക്കിന് മുൻഭാഗത്തുള്ള കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രം എന്ത് ചെയ്യും, ആ വെള്ളം അങ്ങോട്ട് കയറും. ആ പഞ്ഞു പോലത്തെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളം കയറുകയുള്ളൂ. അപ്പൊ ചെറിയ രൂപത്തിലൊന്ന് കയറിയതിന് ശേഷം എന്നിട്ട് താവട്ടങ്ങ് ചീറ്റിക്കളയണം. ആ വലത് കൈ കൊണ്ടാണ് വെള്ളം കുപ്പിളിക്ക് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടാനുള്ള വെള്ളം എടുക്കേണ്ടത്. പക്ഷെ ചീറ്റിക്കളയേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. അപ്പൊ ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ടാണ് കയറ്റി ഇടത് കൈ കൊണ്ട് ചീറ്റിക്കളയുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സുന്നത്ത് കിട്ടും. അപ്പൊ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ഈ രൂപത്തിലാണോ നമ്മൾ ചെയ്യുന്നത്? പിന്നെ അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം നേരത്തെ തിരുമ്പാടി പറഞ്ഞതുപോലെ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടിന് പകരമായിട്ട് തരിപ്പിൽ കയറ്റണം എന്നായി പോവും, തരിപ്പ് പോവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കുറെ അങ്ങോട്ട് വലിച്ചു കയറ്റാനും പാടില്ല. പിന്നെ നോമ്പ് നോറ്റ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുമ്പോഴും വായിലെള്ളം കൊപ്പെടുക്കുമ്പോഴും ഓവറായി വന്നാൽ അവന്റെ നോമ്പ് മുറിഞ്ഞ് ഉള്ളിലേക്ക് വെള്ളം പോകാൻ പാടില്ല. അപ്പൊ അവര് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അല്പം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങ് കയറിപ്പോകുന്ന പരിപാടി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മൂക്കിന്റെ മുൻഭാഗത്ത് ആ പഞ്ഞ് പോലത്തെ കാണുന്ന സ്ഥലം അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരെയുള്ള സ്ഥലം, അങ്ങോട്ടൊന്നും കയറിപ്പോകാൻ പാടില്ല. അപ്പൊ തരിമൂക്കിലേക്കൊക്കെ പോകും. അങ്ങനെ പോവാത്ത രൂപത്തിൽ വായിലെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചിറ്റുകയും ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അടുത്ത സുന്നത്ത്. പിന്നുള്ള സുന്നത്ത് ഏതാണെന്നറിയോ? ഇത് രണ്ടും 3 പ്രാവശ്യം ചെയ്യണം എന്നാണ്. വായിലെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചും ചെയ്യുന്നത് 3 കോരൽ കൊണ്ടാവുകയും 3 തവണ ആവുകയും ചെയ്യുക. ഇതിന് ശേഷമാണ് തല മുഴുവൻ തടവുക എന്ന സുന്നത്തുള്ളത്. തല മുഴുവനാണ് തടവേണ്ടത്, അത് സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണ്. മറ്റു മദ്ഹബിലൊക്കെ തല മുഴുവൻ തടവണം വുളു ചെയ്യാനെന്നാണ്. പക്ഷെ നമ്മുടെ ഷാഫി മദ്ഹബിൽ തലയിൽ നിന്ന് അല്പം തടവിയാൽ മതി. ഫർളിന് സുന്നത്താണ് മുഴുവൻ തടവുക എന്നുള്ളത്. അപ്പൊ മുഴുവനായി തടവുക എന്ന് പറഞ്ഞാൽ വെള്ളം തലയിൽ ഇങ്ങനെ ഒഴിച്ച് കഴുകണം എന്നല്ല, തടവുക എന്നാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് വെള്ളം കൈ മുഴുവൻ വെള്ളമാക്കിയതിനു ശേഷം അവരെ തള്ളവിരല് ചെവിയുടെ ഭാഗത്ത് വെക്കുക. 2 കൈയിന്റെയും തള്ളവിരൽ ചെവിയുടെ ഭാഗത്ത് വെക്കുക. എന്ന് ചൂണ്ടുവിരൽ പരസ്പരം നെറ്റിയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. 2ന്റെയും തള്ളവിരല് ചെവിയുടെ ഭാഗത്ത് വെച്ചിട്ട് ചെവിയുടെ ആട്ടുചെന്നിയുടെ ഭാഗത്ത് വെച്ചാൽ മതി. ചെവിയുടെ കുറച്ച് പുറത്ത് ആട്ടുചെന്നിയുടെ ഭാഗത്ത് വെക്കുക. അതായത് ഇങ്ങനെ നമ്മൾ ചവക്കുന്ന സമയത്ത് ഇളകി കളിക്കുന്ന ഈ താടിയുടെ എല്ലിന്റെ ഭാഗം അത് ചെവിയുടെ നേരെയായിരിക്കും. അവിടെ നല്ല 2 തള്ളവിരൽ 2 ഭാഗത്തും വെച്ചിട്ട് ചൂണ്ടുവിരൽ നേരെ നെറ്റിയുടെ ഭാഗത്തേക്ക് വെക്കുക. അപ്പൊ രണ്ടും കൊണ്ട് ചേർന്ന രൂപത്തിലാണ്. എന്നിട്ട് വേക്കോട്ട് അങ്ങോട്ട് 2 വിരലും ഒരുമിച്ച് പിന്നിലേക്ക് മറിച്ചാൽ മതി. അങ്ങനെയാണ് മുഴുവൻ തടവാൻ നല്ലത്. ഇനി മറിഞ്ഞു വെക്കുന്ന മുടിയുള്ള ആൾ, കുറച്ച് മുടി കൂടുതലുള്ള ആളാണെങ്കിൽ, അവർക്ക് ബേക്കിലേക്ക് പോയി അതേ രൂപത്തിൽ തന്നെ മുമ്പിലേക്കും വരുത്താവുന്നതാണ്. അങ്ങനെയാണ് സുന്നത്തുള്ളത്. അപ്പൊ ഇവിടെ ചില ആളുകൾ മനസ്സിലാക്കി ചെവി തടവുന്ന സമയത്തൊക്കെ ചില ആളുകൾ കാണാം ഈ പെരടി തടവുന്നത് കാണാം. പെരടി തടവുക എന്നുള്ള സുന്നത്തൊന്നുമില്ല. പെരടി ഇങ്ങനെ തടവുന്ന കാണാം. പെരടി മാത്രം വെള്ളെടുത്ത് ഇങ്ങനെ തടവുന്ന ചില ആളുകൾ കണ്ടിട്ടുണ്ട്. അതിന് മുഖം കഴുകുന്ന സമയത്തും അങ്ങനെ തടവുന്നവരെ കണ്ടിട്ടുണ്ട്. പെരടി വന്നത് അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല, എവിടെയും കണ്ടില്ല. പിന്നെ മാത്രമല്ല പെരടി തടവുന്നതിനെ കുറിച്ച് പിന്നെ കിതാബിലുള്ളതെന്ന് അറിയോ, പിരടി തടവൽ ബിദ്അത്താണ് എന്നാണ്. അങ്ങനെ പിരടി തടവൽ ബിദ്അത്താണ് യാനത്ത് 1-ാം വാള്യം 44-ാമത്തെ പേജിലും നിഹായയുടെ 1-ാം വാള്യം 219-ാം പേജിലും പറയുന്നുണ്ട്. മഹാനായ നബവി റളിയല്ലാഹു തന്നെ പറഞ്ഞു പിരടി തടവൽ ബിദ്അത്താകുന്നു. അപ്പൊ അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല. അപ്പൊ പിരടി തടവണമെന്നില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തടവിയാൽ മതി. അപ്പൊ തല മുഴുവൻ തടവലാണ് പിന്നീടുള്ള സുന്നത്ത്. ഈ സുന്നത്തിന് ശേഷം തല മുഴുവൻ തടവിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമുക്ക് തൊട്ടടുത്ത സുന്നത്തുള്ളത്. ഏതാണ്?
തല മുഴുവൻ തടവി കഴിഞ്ഞാൽ രണ്ട് ചെവിയും ഉള്ളും പുറവും തടവണം എന്നാണ്. ഉള്ളും പുറവും തടവിക്കൊള്ളണം. പക്ഷെ മിക്ക ആളുകളും ചെയ്യുന്നത് നോക്കിയാൽ കാണാം, രണ്ട് ചെവി ഉള്ളും പുറവും തടവുക എന്നുള്ള പരിപാടി ഉണ്ടാവില്ല. ചിലപ്പോ ഞാൻ കാണുന്ന ഭാഗത്ത് മാത്രം തടവും, ചില ആളുകൾ ഉള്ളിലൂടെ തടവും. അങ്ങനെയല്ല, ഉള്ളും പുറവുമാണ് തടവേണ്ടത്. ചില ആളുകൾ തടവുന്നത് കണ്ടാൽ ഈ സൈക്കിൾ കെട്ടുന്ന മാതിരിയാണ്. സൈക്കിളിന്റെ പെറ്റിലേട്ടുന്ന മാതിരി ഒന്ന് തടവിൽ ഒന്ന് തടവും. അങ്ങനെയല്ല വേണ്ടത്. ചെവി തടവുകൾ രണ്ടും ഒരുമിച്ചുകൊണ്ട് കാറിന്റെയൊക്കെ ടയർ കറങ്ങുന്ന മാതിരി രണ്ട് ടയറും ഒരുമിച്ച് കറങ്ങണം. ഇത് സൈക്കിളിന്റെ പെറ്റല് പോലെ ഒന്ന് തടവിയതിനു ശേഷം ഒന്ന് തടവുകയല്ല. അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ചെവി തടവുമ്പോൾ. ചില ആളുകളൊക്കെ നിങ്ങൾ കാണാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ വിഷയങ്ങളുമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ പോകുന്ന ആളുകൾക്കൊന്ന് പള്ളിയിൽ ചെന്നിട്ട് വെറുതെ ഒന്ന് വീക്ഷിച്ചാൽ മതി. ഈ പറഞ്ഞ എല്ലാ രൂപം കാണാം, എല്ലാ രൂപത്തിൽ തടവുന്നും കാണാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. തടവേണ്ടത് എങ്ങനെയാണ്? പിന്നെ പിരടി തടവൽ ഹനഫി മദ്ഹബിലുണ്ടല്ലോ എന്ന് അറിയില്ല. ഹനഫി മദ്ഹബിനെ കുറിച്ച് അറിയില്ല, വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഷാഫി മദ്ഹബിൽ അതില്ല എന്ന് നബി ഇമാം ഇവിടെ പറയുന്നുണ്ട്. അത് ബിദ്അത്താണ് എന്ന് നബി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ കിതാബിലെടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഉള്ളത് ഈ ചെവി തടവുന്ന വിഷയത്തിലുള്ളത് രണ്ട് ചെവിയും ഒരുമിച്ചാണ് ഉള്ളും പുറവും തടവേണ്ടത്. ആ തടവാൻ വലിയ സുഖമാണ്. ചെവി തടവുന്ന സമയത്ത് നമ്മുടെ ചൂണ്ടുവിരല് ചെവിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക, തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറം ഭാഗം വെക്കുക. രണ്ടും കൂടി ഒരുമിച്ച് മേൽപോട്ടും തള്ളി നോക്കി. അപ്പൊ രണ്ട് ഭാഗവും തടവാൻ കഴിയും. ഒക്കെ നിസ്സാര വിഷയങ്ങളാണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഒന്ന് വെറുതെ ചെയ്തു നോക്കിയാൽ മതി. ചൂണ്ടുവിരൽ ചെവിയുടെ പിൻഭാഗത്ത് വെക്കുക, അല്ല തള്ളവിരൽ ചെവിയുടെ പിൻഭാഗത്ത് വെക്കുക, ഉൾഭാഗത്ത് ചൂണ്ടുവിരലും വെക്കുക. രണ്ടും കൂടി ഒരുമിച്ച് മേൽപോട്ടും തടവി നോക്കിയാൽ എന്നാൽ രണ്ടും ഒരുമിച്ച് നടക്കും. വളരെ സിമ്പിളാണ്. വളരെ ചെയ്താൽ നമുക്ക് നടക്കും, കഴിയുന്ന വിഷയമാണ്. പക്ഷെ എന്താണെന്ന് പറയുക, ഇതൊന്നും നമ്മൾ ചെയ്യൂല. ഇതൊക്കെ അത്ര വലിയൊരു വിഷയമാക്കാതെ ഒരു നെവർ മൈൻഡ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അവിടെയാണ് നമുക്ക് സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നിസ്കാരത്തിനോ വുളൂനോ കുഴപ്പങ്ങളുണ്ടായിട്ടല്ല. പക്ഷെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും നല്ല വിഷയം എന്താണെന്നറിയോ? പരമാവധി അവൻ സുന്നത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാന്നാണ്. അതൊരു മുസൽമാന്റെ ബാധ്യത. പരമാവധി സുന്നത്തുകൾ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ നിസ്സാരമായി ഇത്തരം സുന്നത്തുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത സുന്നത്ത് എന്താണ്? അവയവങ്ങളൊക്കെ തേച്ച് കഴുകുക. വെള്ളം അങ്ങനെ ഒലിപ്പിച്ചെടുത്ത് പോകാൻ പറ്റൂല. ശരീരത്തിലൂടെ ഒക്കെ വെള്ളം, ചില ആളുകളുണ്ട് വെള്ളം അങ്ങനെ മുക്കി, ചിലപ്പോ പള്ളിയിൽ നിന്നൊക്കെ കാണാൻ സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യുന്നറിയോ? കൈ കഴുകാൻ വേണ്ടി അത് തേച്ച് കാണുന്ന മടി കൊണ്ട് ഹൗദിലിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ മുക്കുന്നത് കാണാം. പറ്റും, ഒന്നുമിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുന്നത്ത് അവിടെ കിട്ടുന്നില്ല. അവന് വലത് കൈ മുക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് തേച്ച് കഴിയുകയും, ഇടത് കൈ മുക്കും വലത് കൈ കൊണ്ട് തേച്ച് കഴിയും എന്ന് ചെയ്താൽ മതി. ഇവിടെ നല്ല ചകിരിയൊക്കെ എടുത്ത് കുറെ സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുതി കഴിക്കണം എന്നല്ല പറഞ്ഞത്. വലത് കൈ കൊണ്ട് ഇടത് കൈയും, ഇടത് കൈ കൊണ്ട് വലത് കൈയും ഒന്നങ്ങോട്ട് തേക്കുക. ഒന്ന് വെറുതെ ഒന്ന് കൈ അതിന്റെ മുകളിലൂടെ ചലിപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ സുന്നത്തിന്റെ കൂലി കിട്ടുന്നതാണ്. അപ്പൊ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പിന്നെ ഒന്ന് തേച്ച് കഴുകുക എന്നുള്ളത് വലിയൊരു സുന്നത്താണ്. അങ്ങനെ തേച്ച് കഴുകൽ നല്ലതാണ്. പിന്നെ തൊട്ടടുത്ത സുന്നത്ത് എന്താണ്? തിങ്ങിയ താടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിക്കകറ്റി കഴുകണം. തിങ്ങിയ താടിയാണുള്ളതെങ്കിൽ തിക്കകറ്റി കഴുകിക്കൊള്ളണം. അതായത് ശരീരത്തിന്റെ നിറം, അതായത് മുഖത്തിന്റെ നിറം കാണുന്ന താടിയാണെങ്കിൽ അത് പുറംഭാഗം വെള്ളം തടവിയാൽ മാത്രം മതി. അതേ സമയത്ത് തിങ്ങിയ താടിയാണെങ്കിൽ അതിനുള്ളിലൊക്കെ വെള്ളം എത്തുന്ന രൂപത്തിൽ തിക്കകറ്റി കഴുകൽ ശക്തിയായ സുന്നത്താണ്. അതാണാണെങ്കിൽ പെണ്ണാണെങ്കിലൊക്കെ. ഇനി ഒരു പെണ്ണിന് താടി എന്ന് വിചാരിക്കാം, അവളത് കഴുകേണ്ടതുണ്ടോ? കഴുകണം എന്ന് ഞാനത്ത് കാണാം. ഒരു പെണ്ണിന് താടിയുണ്ട്, ആ താടി തിങ്ങിയ താടിയാണെങ്കിൽ ആ തിങ്ങിയ താടിയുടെ ഉള്ളിൽ തിക്കകറ്റി കഴുകൽ പെണ്ണിനും അവിടെ ഈ സുന്നത്ത് തന്നെയാണ്. അപ്പൊ താടി പെണ്ണിനാണെങ്കിലും വിഷയം ഇങ്ങനെ തന്നെയാണ്. അവിടെ തിങ്ങിയ താടിയാണെങ്കിൽ തിക്കാറ്റി കഴുകൽ നിർബന്ധമാണെന്നാ. അവിടെ തിക്കാറ്റി കഴുകൽ നിർബന്ധമാണ്. ഞാനത്ത് 1-ാം പാട് 49-ാമത്തെ പേജിൽ കാണാം. ആ ഉള്ളിലേക്ക് വെള്ളം ചേർത്തോളണം. പെണ്ണിന് താടി എന്ന് വിചാരിച്ചിട്ട് കഴുകാതിരിക്കാൻ പോകാൻ പറ്റൂല. അവിടെ കഴുകിക്കൊള്ളണമാണ് എന്റെ അതേ വിധി തന്നെ. പിന്നെ അതുപോലെ തന്നെ അടുത്ത സുന്നത്ത് എന്താണ്? കൈവിരലിൽ വിടർത്തിയിട്ട് കഴുകണം. കൈവിരലിൽ വിടർത്തി കഴുകുക എന്ന് പറഞ്ഞാൽ അതിനുള്ളിലൊക്കെ വെള്ളം ചേരാൻ വേണ്ടിയാണ്. വിരലിലൊക്കിടയിലൊക്കെ വെള്ളം ചേർക്കണം. അപ്പൊ അതുകൊണ്ട് ഉള്ളിൽ വെറുതെ കൈവിരലൊന്ന് കോർത്താൽ മതി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്താൽ തന്നെ പിന്നെ
കോർത്താലേ ആ സുന്നത്ത് ലഭ്യമാവുള്ളൂ. എങ്ങനെ? താടി കാരണം മുഖം മുഴുവൻ വെള്ളം ചേർന്നില്ലെങ്കിൽ വുളു ശരിയാവുമോ? താടി തിങ്ങിയ താടിയാണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം എത്തണോ നിർബന്ധമില്ല. ഉള്ളിലേക്ക് വെള്ളം എത്തൽ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. തിങ്ങിയ താടി അല്ല എങ്കിൽ ശരീരത്തിന് മുഖത്തുള്ള എല്ലാ ഭാഗത്തും വെള്ളം എത്തണം, മുഖം മുഴുവൻ വെള്ളം എത്തണം, അല്ലെങ്കിൽ വുളു സഹിയാവൂല. തിങ്ങിയ താടിയാണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം എത്തേണ്ടതില്ല, എത്തിയൽ സുന്നത്താണ്. തിങ്ങിയ താടിയാണെങ്കിൽ തിക്കാറ്റി കഴുകൽ അവിടെ സുന്നത്താണ്, നിർബന്ധമില്ല. അതല്ലാതെ തിങ്ങിയ താടി അല്ലെങ്കിൽ മുഖം മുഴുവൻ വെള്ളം എത്തിക്കൽ അത് നിർബന്ധം തന്നെയാണ്. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ നിർബന്ധമായും ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ തിങ്ങിയ താടി തിക്കാറ്റി കഴുകൽ കഴിഞ്ഞാൽ പിന്നെന്താ? കൈവിരലിൽ പരസ്പരം ഒന്ന് കോർക്കുക, അതൊരു സുന്നത്താണ്. അതിന്റെ അടുത്ത് പറഞ്ഞാണ്, നമ്മൾ കൈ കഴുകുന്ന സമയത്ത് വിരലുകളൊന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോർത്താൽ മതി. അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മുഖവും മുൻകൈയും ഒക്കെ നീട്ടിക്കഴുകുക. നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് അങ്ങ് ടാപ്പിന്റെ അടുത്തേക്ക് അങ്ങോട്ട് നീട്ടുക എന്നല്ല. പിന്നെന്താണ്? കൈവിരൽ മുട്ടുവരെ കഴുകലാണല്ലോ. കൈവിരലിന്റെ തലപ്പ് മുതൽ മുട്ടുവരെയാണല്ലോ കൈ കഴുകേണ്ട ഫർദായ സ്ഥലം. എന്നാൽ അതിന് കുറച്ചുകൂടി മുകൾ ഭാഗത്തേക്ക്, തോളം കൈയുടെ ഭാഗത്തേക്ക് കഴുകുക എന്നാണ് ഈ പറഞ്ഞൊരു ഉദ്ദേശം. അപ്പൊ ഇത് പറയാനുള്ള കാരണം, ഞാൻ അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ട് വളച്ച തമാശയൊന്നും അല്ല കേട്ടോ, അത് സംഭവം ഉണ്ടായതാണ്. ഒരു ദിവസം 3ാം ക്ലാസ്സിൽ കൈകാലുകൾ നീട്ടിക്കഴുകുക എന്ന പാഠം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ചങ്ങായി ഉണ്ട് ഇങ്ങനെ പള്ളിയിൽ നിസ്കരിപ്പിച്ച സമയത്ത് നീട്ടി കുറെ പിന്നോട്ട് നിന്ന് നീട്ടി അങ്ങനെ കഴുകുന്നു. അപ്പൊ മറ്റു കുട്ടികൾ ഇങ്ങനത്തിനാണ് കുറച്ചും കൊണ്ട് അടുത്തത് വെള്ളം നനഞ്ഞിട്ടാണോ എന്ന് വെച്ചു കുറച്ച് കുട്ടികൾ. അല്ല, ഉസ്താദ് പറഞ്ഞിട്ട് നീട്ടി കഴുകാനെന്ന് പറഞ്ഞു. അപ്പൊ ഓൻ വികൃതി കൊണ്ട് കഴുകാന്നാണ്, ഏതായാലും നീട്ടി അങ്ങനെ കഴുകുന്നത് കണ്ടു. ഏതായിരുന്നാലും കുട്ടികൾ എന്നോടും ഇത് പറഞ്ഞു, ഉസ്താദെ ഇവൻ ഇങ്ങനെയാണ് നീട്ടി കഴുകിയത് എന്ന്. അപ്പൊ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, അങ്ങനെയല്ല നീട്ടി കഴുകേണ്ടതാവും. ആ സ്വാദം അങ്ങനെ മനസ്സിലാക്കിയതാവാം, അല്ലെങ്കിൽ അവന്റെ വികൃതിയാവാം. 3ാം ക്ലാസ് ആണല്ലോ, വികൃതിക്ക് ഒട്ടും കുറവില്ലാത്ത കുട്ടികളാണല്ലോ, അപ്പൊ അങ്ങനെയും ആവാം. ഏതായിരുന്നാലും നീട്ടിക്കഴുകുക എന്നുള്ള ഉദ്ദേശം എന്താണ്? മുട്ടിൽ നിന്ന് അല്പം കൂടി മേൽഭാഗത്തേക്ക്, തോളം കൈയുടെ ഭാഗത്തേക്ക് അല്പം കൂടി കഴുകുക എന്നതാണ്. അത് സുന്നത്താണ്. അത് കൈയും കാലാണെങ്കിലോ, കാൽ ഞെരിയാണി വരെയാണല്ലോ സ്ഥലമുള്ളത്, ആ ഞെരിയാണിൽ നിന്ന് അല്പം മേൽപോട്ടായിട്ട് തണ്ണും കാലും കൂടെ കഴുകൽ അത് സുന്നത്താണ്. മുഖം നീട്ടി കഴുകുക എന്ന് പറഞ്ഞാലോ, നെറ്റിയുടെ മേൽഭാഗം മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയുമാണല്ലോ മുഖത്തിന്റെ അതിർത്തി. അതല്പം കൂടി വിസ്തരിച്ചുകൊണ്ട് അല്പം തലയിലേക്ക് കയറി, ചെവിയുടെ ഭാഗത്തേക്കും കയറി, താടിയുടെ കഴുത്തിന്റെ ഭാഗത്തേക്കൊക്കെ നിറങ്ങിയിട്ട് ആ രൂപത്തിൽ കഴുകുക. ഇതാണ് കൈകാലുകളും മുഖവുമൊക്കെ നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞ ഉദ്ദേശം. പിന്നത്തെ സുന്നത്ത് എന്താണ്? ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം കഴുകണം. ഇതൊക്കെ 3 പ്രാവശ്യം വേണം. മുൻകൈ കഴുകൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും 3 പ്രാവശ്യം കഴുകണം. അത് സുന്നത്ത, 3 പ്രാവശ്യമാക്കുക എന്നുള്ളത്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് 3ഉം 4ഉം 5ഉം ഒന്നും പറ്റൂല, കഴുകി 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 ചിലപ്പോൾ ദേഷ്യം പിടിക്കും പിന്നിലുള്ള ആളുകൾക്ക്. കണ്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ വസ്വാസുള്ള ആളുകൾ? വസ്വാസിന്റെ അസുഖമുള്ള ആളുകൾക്ക് എത്ര കഴുകിയാലും മതിയാവൂല. എത്ര കഴുകിയാലും വീണ്ടും 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 ഇങ്ങനെ കഴുകുന്നത് കാണാം. അങ്ങനെ കഴുകരുത്, 3 പ്രാവശ്യം മതി. ഇനി 3 കൊണ്ട് അവനക്ക് ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നിയാലോ? ഇനി 3 പ്രാവശ്യം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ പോരാ എന്ന് തോന്നിയാൽ അവർ 5 ആക്കണം, അല്ലെങ്കിൽ 7 ആക്കണം, ഇങ്ങനെ കഴുകാം. അതങ്ങനെ വസ്വാസ് കൊണ്ടല്ലാതെ തന്നെ, വസ്വാസ് കൊണ്ടുണ്ടാവും, അല്ലാതെയും ചില ആളുകൾ നനഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ വന്നാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അവിടെ ഒറ്റയാക്കൽ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത സുന്നത്ത് എന്താണ്? 3 പ്രാവശ്യം കഴുകിക്കഴിഞ്ഞല്ലോ. അങ്ങനെ 3 പ്രാവശ്യം കഴുകിക്കഴിഞ്ഞ ശേഷം മറ്റൊരു സുന്നത്ത് വലത് ഭാഗത്തിനെ മുന്തിക്കുക എന്നൊരു സുന്നത്ത് കൂടിയുണ്ട്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ വലത് ഭാഗത്തെ മുന്തിക്കണം. പക്ഷെ നമ്മൾ ഈ വുളൂല് ചിലപ്പോൾ വലത്ത് കൈ കഴുകി പിന്നെ ഇടത് കൈ കഴുകി അങ്ങനെ വലതേ ഭാഗം മുന്തിക്കാറുണ്ട്. അതേ സമയത്ത് ചില വിഷയങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, അല്ലേ? നമ്മൾ ചില വിഷയത്തിലൊന്നും അങ്ങനെ വലതുഭാഗത്തെ മുന്തിക്കാറില്ല. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു വസ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അയാൾക്ക് എന്താ ചെയ്യുക? അയാൾക്ക് ചിലപ്പോൾ അടുത്ത കൈയോട് കൊടുത്തു പോകും. ചിലപ്പോൾ ഒരാൾ സാധനം വന്നാൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഇടത് കൈയായിരിക്കും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും തിന്നുമ്പോഴും ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയത്തിലും വലത് കൈയിനെ നമ്മൾ മുന്തിക്കൽ സുന്നത്താണ്. മിക്ക ആളുകൾ കാണാം ഇടത്തെ കൈയോട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ കടയിലൊക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ വലത് കൊണ്ട് ചിലപ്പോൾ കാശ് വാങ്ങി ഇടത്തെ കൈകൊണ്ട് സാധനം എടുത്തു ഇല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യതൊക്കെ
വലത് കൈകൊണ്ട് തന്നെ മുന്തിക്കുക. ഞാൻ പലപ്പോഴും എനിക്ക് ഇടത് കൈയോട് തരുന്ന ആളുകൾ ഞാൻ പറയും, നിങ്ങൾ അവിടെ വെച്ച് ഞാൻ എടുത്തോളാം എന്ന് പറയും. നിങ്ങളവിടെ വെച്ചൂടെ, ഞാൻ എടുത്തോളാം എന്ന് പറയും. എന്നാ വിരോധമല്ലല്ലോ, അയാൾ അവിടെ വെക്കും, നമുക്ക് അവിടെ നിർത്താൻ പറയും. പിന്നെ അയാളെ ഈ ഇടത് കൈകൊണ്ട് വെച്ച് നീട്ടി നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എപ്പോഴും നമ്മൾ വലത് കൈയിനെ മുന്തിക്കുന്ന ഒരു പരിപാടി ജീവിതത്തിൽ കൊണ്ടു നടക്കൽ ഏറ്റവും നല്ലതാണ്. എപ്പോഴും ഒരു വലത് കൈ ശ്രദ്ധിക്കുക. അതെല്ലാ വിഷയത്തിൽ, എല്ലാ നല്ല കാര്യത്തിലൊക്കെ വലത് കൈ അല്ലേ. എല്ലാവരെയും തിരുത്താൻ കഴിഞ്ഞോണമെന്നില്ല, അയാളെ തിരുത്തിക്കൂടാൻ ചോദിക്കണ്ട, എല്ലാവരെയും തിരുത്താൻ കഴിഞ്ഞോണമെന്നില്ല. ചില ആളുകൾ തിരുത്തുകയും ചെയ്യും. ഒരു ദിവസം മീൻ വാങ്ങിയിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, മീൻ വാങ്ങിയപ്പോൾ അയാൾ എടുത്ത് കൈ കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു. അല്ല, അത് പിടിച്ചോളിയായിരുന്നു, നിങ്ങളെ വെച്ചോളിയായിരുന്നു. അല്ല, ഇത് പിടിക്കും ഇല്ലേ, ഇവിടെ വെച്ചോളൂ, നിങ്ങൾ ഇത് വാങ്ങിക്കോളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. അതെന്താ വാങ്ങാത്ത വെച്ചു. എന്നാ ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റേ കൈ കൊണ്ട് തന്നോളിയെന്നാണ്. ഞാൻ ഈ കൈ കൊണ്ടേ തരുള്ളൂ പറഞ്ഞു. എനിക്ക് നിങ്ങളെ മീൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിണങ്ങിപ്പോയി. അന്ന് വേറൊരാളെ മീൻ വാങ്ങിപ്പോയി ഞാൻ. പിന്നെ ഒരു ദിവസം ചെന്നപ്പോൾ അയാൾ വലത് കൈ കൊണ്ട് എന്നെ മീൻ തന്നു. അപ്പൊ അദ്ദേഹം കുറച്ചു കാലം പ്രായത്തിൽ തിരുത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചാൽ, തിരുത്തണം എന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ചിലപ്പോൾ ചില വിഷയങ്ങൾ കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾ തിരുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് തന്നെ അത് ഭാരമായി മാറും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത്, നമ്മൾ അവരോട് തിരുത്താൻ പോയിട്ടില്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ വലത് കൈ കൊണ്ടാവുക എന്ന ഒരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വിഷയമാണ്. എല്ലാവരും അങ്ങനെ മുന്നിട്ടിറങ്ങിയാൽ മതി. ഈ കേൾക്കുന്ന 217 ID നമ്മുടെ ബാലക്സിൽ തന്നെയുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ റേഡിയോ ശ്രോതാക്കളുണ്ട്. ഈ കേൾക്കുന്ന ആളുകളൊക്കെ ഇന്ന് മുതൽ അങ്ങനെ ഇറങ്ങിയാലോ, എന്തൊരു വിഷയം ഞാൻ വലത് കൈ കൊണ്ടേ വാങ്ങുള്ളൂ, ഇടത് കൈ കൊണ്ടേ കൊടുക്കുള്ളൂ, അല്ല ഇടത് കൈ കൊണ്ട് വാങ്ങുകയില്ല, വലത് കൈ കൊണ്ടേ വാങ്ങുള്ളൂ, വലത് കൈ കൊണ്ടേ കൊടുക്കുള്ളൂ എന്ന് നമ്മളങ്ങനെ തീരുമാനിച്ചു നോക്കിയാൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരും. നമ്മളിലും മാറ്റം വരും, മറ്റുള്ളത് കാണുന്ന ആൾക്ക് മാറ്റും. ഇനി എങ്ങാനും നമ്മൾ ഇടത് കൈ കൊണ്ട് വാങ്ങിപ്പോയാലോ, നമ്മളിങ്ങനെ ഇറങ്ങി പിന്നെ നമ്മൾ ഇടത് കൈ കൊണ്ട് വാങ്ങിയാൽ തിരിച്ചിങ്ങോട്ട് ചോദ്യം വരും, അല്ല നിങ്ങളല്ലേ പണ്ട് വലത് കൈ കൊണ്ടേ കൊടുക്കും, വലത് കൈ കൊണ്ട് വാങ്ങുമെന്ന് പറഞ്ഞത്, ഇപ്പൊ എന്താ നിങ്ങൾ തിരിച്ചു ചെയ്യുന്നതെന്ന് ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ നമ്മളും നന്നാവും, നമുക്കും ആ ബോധം വരാ, ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ചിന്ത വരും. കാരണം പലപ്പോഴും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് തന്നെ ജനങ്ങൾ നമ്മളിലേക്ക് അത് നോട്ടം ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു ദിവസം നബിദിന പരിപാടി നടക്കുമ്പോൾ റാലി നടക്കുന്ന സമയത്ത് വഴിയിൽ വെച്ചൊരു വെള്ളം കിട്ടി. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടി കിട്ടിയപ്പോ ഞാനതിങ്ങനെ 4 ഭാഗം തെരഞ്ഞ് റോഡിൽ തന്നെ ഇരുന്നിട്ട് കുടിച്ചു. അതിനത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കുട്ടികൾ പറയാണ്, ഉസ്താദേ നിങ്ങൾ വെള്ളം വാങ്ങിയപ്പോൾ ഞങ്ങൾ നിങ്ങളെങ്ങനെ നോക്കിയ, നിങ്ങൾ നിന്നാണ് കുടിക്കുന്നത് അല്ല ഇരുന്നാണ് കുടിക്കുന്നത് നോക്കാൻ വേണ്ടി. ഞങ്ങളോട് നിങ്ങൾ പറയലുണ്ടല്ലോ നിന്നിട്ട് കുടിക്കരുത്, ഇരുന്നേനാ കുടിക്കണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നോക്കിയിരുന്നു എന്ന് കുട്ടികൾ മാത്രമല്ല പല രക്ഷിതാക്കളും ശ്രദ്ധിച്ചിരുന്നു പോലെ, ഉസ്താദ് എന്താ ചെയ്യുന്നു നോക്കട്ടെ, നമുക്ക് നോക്കണമല്ലോ. പക്ഷെ അവര് തോറ്റുപോയി, അത് വേറെ വിഷയം. കാരണം ഞാൻ ഇരുന്ന് തന്നെ കുടിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മളെ വീക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളും കൂടെ നന്നായി കിട്ടും. അപ്പൊ നമ്മളൊന്ന് ഇറങ്ങി നോക്കി, എല്ലാവരും വലത് കൊണ്ട് വാങ്ങുവാനും വലത് കൊണ്ട് കൊടുക്കുവാനും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് ഒരുപാട് കൂലിയും അതുകൊണ്ട് കിട്ടും, ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ടാകും. അല്ലാഹു തആല നമുക്കൊക്കെ ഒരുപാട് സുന്നത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ അടുത്ത സുന്നത്ത് എന്താണ്? പിന്നെ മുഖത്തിന്റെ മേൽഭാഗം മുതലും കൈകാലുകളിൽ വിരലുകളുടെ മുതലും ഒക്കെ തുടങ്ങണം. മുഖം കഴുകുന്ന സമയത്ത് മുഖത്തിന്റെ മേൽഭാഗം മുതൽ തുടങ്ങുക, മോൾ ഭാഗത്തിന് താഴോട്ട് തുടങ്ങും. വെള്ളം ഒഴിക്കുമ്പേ നേരെ മുഖം കഴുകാൻ വേണ്ടി വെള്ളം മുകൾ ഭാഗത്തും താഴോട്ട് കഴുകുക. കൈ കഴുകുമ്പോഴോ മുൻകൈന്റെ വിരലിന്റെ ആ ഭാഗത്തുനിന്ന് താഴോട്ട് കഴുകുക. ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ ടേപ്പിന്റെ അടിയിൽ നിന്നൊക്കെ എന്താ ചെയ്യല്, വേഗം മുട്ടും കൈന്റെ ഭാഗം കാട്ടി കൊടുക്കുന്നിട്ട് താഴോട്ട് കഴുകും. അതിനേക്കാൾ നല്ലത് നേരെ തിരിച്ചാണ്, അത് സുന്നത്താ. വിരലിന്റെ ഭാഗം മുതൽ ഇങ്ങോട്ട് തുടങ്ങുക. ഇനി അതേപോലെ തന്നെ മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, 2 കൈ കൊണ്ട് ഒരുമിച്ച് വെള്ളം എടുക്കണം. അതൊരു സുന്നത്താണ്. 2 കൈയിലും ഒരുമിച്ച് വെള്ളം കൂട്ടിയിട്ട് മുഖത്തേക്ക് എടുക്കണം. അല്ലാണ്ട് ഒറ്റ കൈയിൽ വെള്ളമാക്കി മുഖം കഴുകിയത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളല്ല, ചില ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകിയല്ലോ. അതേപോലെ ആ സമയത്ത് മുഖം കഴുകുന്നത് നോക്കേണ്ട, ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വെച്ചൊരു കൈയിലാക്കിയിട്ട് അതുകൊണ്ട് മുഖം കഴുകുക, അങ്ങനെ കഴുകരുത്. 2 കൈയുമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ 2 കൈയിലും ഒരുമിച്ച് വെള്ളമെടുത്ത് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഒപ്പം കഴുകുക. ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ഇതൊക്കെ തുടർച്ചയായി ചെയ്യൽ സുന്നത്താണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വുളൂവിന്റെ എല്ലാ വിഷയങ്ങളും തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യണം.
അല്ലാതെ കുറച്ച് ചെയ്ത് പിന്നെ കുറച്ച് വർത്താനം പറഞ്ഞു, അല്ലെങ്കിൽ രണ്ടാളും നോക്കി അതെന്താ വരുന്നത് നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ കുറേ സമയം വഴുകാൻ പാടില്ല. എല്ലാം ഒരുമിച്ച് വേഗം വേഗമാക്കുക, തുടർച്ചയാവുക. അതേപോലെ തന്നെ പീളക്കുഴിയൊക്കെ നല്ല സൂക്ഷിച്ചുകൊണ്ട് കഴുകുക. പീളക്കുഴിയൊക്കെ നല്ല സൂക്ഷിച്ചുകൊണ്ട് കഴുകുക. പിന്നെ അതേപോലെ തന്നെ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് വുളു എടുക്കുക. വുളുവിൽ ആവശ്യമില്ലാത്ത രൂപത്തിൽ വെറുതെ സംസാരിച്ചുകൊണ്ട് അത് ദിക്റുകൾ ചെല്ലുന്ന സമയത്ത് വെറുതെ സംസാരിച്ചിരിക്കാതിരിക്കുക. ഇതൊക്കെ സുന്നത്താണ്. പിന്നെ അതുപോലെ എന്താ വെച്ചാൽ വുളുവിന് ശേഷം വെള്ളം കുടിക്കൽ സുന്നത്തുണ്ട്. ആ സുന്നത്തുണ്ട്. വുളുവിന് ശേഷം വെള്ളം കുടിക്കൽ സുന്നത്തുണ്ട്. അതേത് വെള്ളാന്നറിയോ? ഇനി അതും പറഞ്ഞുതരാം. വുളുവിന് ശേഷം വെള്ളം കുടിക്കൽ സുന്നത്തെന്ന് പറഞ്ഞപ്പോ ചിലപ്പോ നിങ്ങള് പിന്നെ ഹൗലിലും പോയിട്ട് വെള്ളം കുടിക്കരുത്. ഹൗലിലൊക്കെ പല വെള്ളവും ഉണ്ടാവും, അതൊക്കെ ചെന്ന് കുടിക്കണ്ട. ഈ പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ഇവിടെ ഏത് കാണിച്ചല്ലോ വുളുവിന് ശേഷം അല്പം വെള്ളം കുടിക്കാന്ന് സുന്നത്ത്. പിന്നെ ആ സുന്നത്ത് ഏതാണെന്നറിയോ? വുളുവിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ വെള്ളം. നമ്മൾ പഴയ കാലത്തുള്ള ഞാൻ പറഞ്ഞല്ലോ കിണ്ടി, മൂളി അല്ലെ, ഈ സാധനത്തിലൊക്കെ വെള്ളം എടുത്തു വെച്ചതാണ്. അല്ലെങ്കിൽ വുളുവിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചതാണ്. ഈ വെള്ളത്തിൽ നിന്നാണ് വുളു ചെയ്യുന്നതെങ്കിൽ അവിടെ ആ വുളുവിന്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കൽ അത് സുന്നത്താണ്. അങ്ങനെയാ വേണ്ടത്. അവിടെ ഈ ഉദ്ദേശിച്ചത് അതാണ്. അല്ലാതെ ഹൗലിൽ നിന്നൊക്കെ നിങ്ങൾ വെള്ളമായിട്ട് കുടിക്കണമെന്നല്ല, ടാപ്പിൽ നിന്നല്ല. ഇത് വുളുവിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ വെള്ളമാണെങ്കിൽ, ഒരു ചെറിയ പാത്രത്തിലൊക്കെ വുളുവിന് വേണ്ടി മാത്രം കൊണ്ടുവച്ച വെള്ളമാണെങ്കിൽ അതിൽ നിന്ന് അല്പം കുടിക്കൽ സുന്നത്താണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വുളുവിനെ പ്രത്യേകം തയ്യാർ ചെയ്ത വെള്ളത്തിന്റെ ബാക്കിയുള്ള വെള്ളമാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായമെന്ന് ഫത്വൽ മൊയ്ൻ 22-ാമത്തെ പേജിൽ കാണാം. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ വെള്ളം മുക്കി കുടിച്ചിട്ട് പറയണം. പിന്നെ നേരത്തെ തിരുവമ്പാടി പറഞ്ഞതുപോലെ പിന്നെ നോമ്പ് നോറ്റ ആളുകൾക്ക് വെള്ളം കുടിക്കുക അത് നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. നോമ്പ് നോറ്റ ആളുകൾക്ക് ഈ സുന്നത്ത് കിട്ടിയാൽ ഇഷ്ടംപോലെ നമ്മൾക്ക്. അതൊരാൾ പറയുകയും ചെയ്തിട്ടുണ്ട് മുമ്പ്. ഈ സുന്നത്ത് കേട്ട ശേഷം വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. കാരണം വുളുവിന് ശേഷമുള്ള വെള്ളം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങ് വുളു എടുക്കുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അന്നൊക്കെ കിണ്ടിയാണ്, ഇടയ്ക്കിടയ്ക്ക് ആ വുളു എടുക്കുമ്പോൾ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചെടുക്കുമ്പോൾ നോമ്പ് എത്ര സമയമാണെങ്കിലും നമുക്ക് നോക്കാം. അപ്പൊ അതല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞത് എന്താണ്? വുളുവിന് വേണ്ടി മാത്രം തയ്യാറാക്കിയ വെള്ളം നോമ്പുകാരല്ലാത്ത ആള് അത് കുടിക്കൽ അത് സുന്നത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ട് ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പിന്നെ നമ്മൾ വുളു എടുത്തു കഴിഞ്ഞത് തോർത്താൻ പാടില്ല, തോർത്തരുത്. ചില ആളുകൾ അപ്പം തന്നെ തോർത്തും. അതേസമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തോർത്തട്ടോ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തോർത്താം. ചില വെള്ളങ്ങൾ ചില ആളുകൾ പറ്റൂല. അപ്പൊ അവർക്ക് പെട്ടെന്ന് ആ മുഖത്തിന്റെ ഭാഗത്ത് മൂക്കിന്റെ ഭാഗത്ത് അത് തോർത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് ജലദോഷത്തിന്റെ അസുഖം വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം അവർക്ക് തോർത്താം. അതേപോലെ നല്ല തണുപ്പുള്ളൊരു സമയം, നല്ല തണുപ്പാണ്, സഹിക്കാൻ വയ്യ, ഈ സമയത്ത് അവൻ തോർത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവന് തണുത്ത് വിറച്ച് നിലത്ത് വീണും തോന്നുന്നു, അത്രയും തണുപ്പുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ അവസരത്തിൽ എന്ത് ചെയ്യാം? വെള്ളം തോർത്തിക്കളയാമെന്നല്ലാതെ ആവശ്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ തോർത്താതിരിക്കുക. തോർത്ത് ആണെങ്കിൽ തന്നെ ധരിച്ച വസ്ത്രം കൊണ്ട് തോർത്താതിരിക്കുക. അതും ശ്രദ്ധിക്കണം. കാരണം അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. നമ്മൾ അണിഞ്ഞ ഈ വസ്ത്രത്തിന്റെ തുമ്പ് കൊണ്ട് തന്നെ തോർത്താതിരിക്കുക. ഇത്രയും വിഷയങ്ങൾ ഒരു 24ഓളം സുന്നത്തുകളാണ് ഞാനിപ്പോൾ എണ്ണിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് സുന്നത്തുകൾ അതുമായി പറയാനുണ്ട്. നമ്മുടെ സമയം വല്ലാതെ അതിക്രമിച്ചത് കൊണ്ട് തൽക്കാലം ഈ വിഷയം അവസാനിപ്പിക്കുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ശംസുദാരി ഉസ്താദ് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ അനുജൻ മിംസ് ഹോസ്പിറ്റൽ ICUവിലാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ വിഷമിച്ച് കഴിയുകയാണ്. ആ കുടുംബത്തിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉസ്താദ് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിന്റെ രോഗം എത്ര വലിയ രോഗമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ബർക്കത്തുകൊണ്ട്, നമ്മുടെ കേട്ട ഇൽമിന്റെ ഒക്കെ ബർക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിന്റെ രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനം നൽകുമാറാവട്ടെ. നമുക്കാർക്കും അങ്ങനത്തെ രോഗങ്ങൾ അല്ലാഹു തആല നൽകാതിരിക്കുമാറാവട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളൊന്നും അല്ലാഹു തആല നൽകാതിരിക്കുമാറാവട്ടെ. മുമ്പ് ഒരു വാട്സപ്പിലൂടെ ഒരു ഉസ്താദിന്റെ മകന്റെ ഒരു ഫോട്ടോ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് നീറുകയാണ്. ഒരനങ്ങാൻ പോലും കഴിയാത്ത ഒരു മകന്റെ ഫോട്ടോ നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഇതുപോലത്തെ അവസ്ഥകളൊന്നും നമുക്കാർക്കും അല്ലാഹു തആല നൽകാതിരിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ
കായും കാലൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ആ സുഹൃത്തിനുള്ളത്. രക്തം വറ്റിപ്പോകുന്ന ഒരവസ്ഥ. അല്ലാഹു തആല ആ കുട്ടിയുടെ രോഗങ്ങൾ പെട്ടെന്ന് ഷിഫ നൽകുമാറാവട്ടെ. എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ഷിഫയാക്കി തരുമാറാവട്ടെ. നമ്മളൊക്കെ എത്രയും പെട്ടെന്ന് ദുആ ചെയ്യുക. ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ദുആയിലൊക്കെ ഇത്തരം രോഗികളെ തൊട്ട് ദുആ ചെയ്യുക, രോഗികൾക്ക് വേണ്ടി ഷിഫ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ കടമയാണ്. ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് വലിയ ഫളിലുള്ള വിഷയം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരാൾ ചോദിച്ചിരുന്ന ചോദ്യത്തിന് മാത്രം പറയാണ്, അത്യാവശ്യ കാര്യം സംസാരിച്ചാൽ സുന്നത്ത് നഷ്ടപ്പെടുമോ ഉസ്താദ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ കാണാം വുളൂ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാതെ സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാം. അത്യാവശ്യമുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് സംസാരിക്കാം. അതൊന്നും ഉണ്ടാതിരിക്കണമെന്നല്ല. ഇനിയിപ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ മടക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാം. ആ സംബന്ധ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. തൽക്കാലം എന്റെ സ്റ്റാമിനയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൽക്കാലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് പെട്ടെന്ന് മൈക്ക് വിട്ടല്ലോ. DC അത് അവിടെ മൈക്ക് വിട്ടതിന് ശേഷം ഉസ്താദ് സലാം പറഞ്ഞോണ്ടല്ലേ. അൽഹംദുലില്ലാ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട നല്ല ഒരുപാട് വസ്തുതകളാണ് ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ജോലിയിൽ ഇൽമിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം നമ്മോടൊപ്പം ക്ലാസ് നിർവഹിക്കാനും അതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ എടുത്തു തരാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഉസ്താദിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അതുപോലെ നമുക്ക് ലൈവായിട്ട് ഉസ്താദ്മാരാരുണ്ട് ഡെസ്കിൽ? ഷംസുദാരി ഉസ്താദ് മൈക്കിൽ വരുന്നുണ്ടാ? ഷംസുദാരി ഉസ്താദ് മാഷാ അല്ലാഹ് ഉസ്താദിനെ ആദരവോടെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.